കേരളത്തിൽ പ്രിയങ്ക നയിക്കും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പിനൊരുങ്ങി കോൺഗ്രസ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ചുമതല പ്രിയങ്ക ഗാന്ധി എം പി ഏറ്റെടുക്കും. സംസ്ഥാന പാർട്ടി നേതൃത്വത്തിലെ ഉൾപോരും വിഭാഗീയതയും കണക്കിലെടുത്താണ് പ്രചാരണ നേതൃത്വം പ്രിയങ്കയെ ഏൽപ്പിക്കാൻ ഹൈക്കമാൻഡിന്റെ നീക്കം. ഇത് സംബന്ധിച്ച നിർദ്ദേശം കേരളത്തിലെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രിയങ്ക ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 തവണയും കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഏറെ പ്രാധാന്യത്തോടെയാണ് ഹൈക്കമാൻഡ് നോക്കിക്കാണുന്നത്. വീണ്ടും തോൽവി വഴങ്ങുന്നത് കോൺഗ്രസിന്റെയും UDFന്റെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. എന്നാൽ നിർണായക തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന വേളയിലും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലെ അഭിപ്രായ ഭിന്നതയും ഉൾപോരും ദേശീയ നേതൃത്വത്തെ ഏറെ വലയ്ക്കുന്നു. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ട ചുമതല വയനാട് MP പ്രിയങ്ക ഗാന്ധിയെ ഏൽപ്പിക്കാൻ നേതൃത്വം തീരുമാനിക്കുന്നത്. പ്രചരണത്തിനായി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കും. ഈ കമ്മിറ്റിയാകും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിക്കുക. കഴിഞ്ഞ മാസം കേരളത്തിലെ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചുവരുത്തി ഹൈക്കമാൻഡ് ചർച്ച നടത്തിയിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് നേതാക്കൾ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്ന് ഹൈക്കമാൻഡ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് സംസ്ഥാനത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ പഠിക്കാൻ നിയോഗിച്ച സുനിൽ കനഗോലു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി നീങ്ങിയില്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ചു. നിലവിലെ സ്ഥിതി തുടർന്നാൽ കേരളത്തിൽ ഇടതുപക്ഷം 3ാം തവണയും അധികാരം നിലനിർത്തുമെന്നാണ് റിപ്പോർട്ട് നൽകിയത്. ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് നേതാക്കളെ ഒറ്റക്കെട്ടായി അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രിയങ്ക ഗാന്ധിയെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുക്കാൻ ഏൽപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ വന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ജനപ്രിയരായ സീനിയർ നേതാക്കളെ മത്സരരംഗത്തിറക്കാനാണ് ആലോചന. മുൻ KPCC പ്രസിഡന്റുമാരായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, മുൻമന്ത്രി N ശക്തൻ തുടങ്ങിയവരെ രംഗത്തിറക്കാനാണ് ആലോചന. തുടർച്ചയായി കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലാത്ത കോഴിക്കോട് മുല്ലപ്പള്ളിയെ കളത്തിലിറക്കും എന്നത് ജില്ലയിൽ കോൺഗ്രസിന് ഉണർവേകുമെന്നാണ് വിലയിരുത്തൽ. തൃശൂർ ജില്ലയിൽ VM സുധീരൻ, തിരുവനന്തപുരത്ത് N ശക്തൻ, K മുരളീധരൻ തുടങ്ങിയവരെയും സ്ഥാനാർത്ഥികളാക്കിയേക്കും. ശക്തൻ വീണ്ടും മത്സരിച്ചാൽ കഴിഞ്ഞ തവണ നഷ്ടമായ നാടാർ വോട്ടുകൾ തിരിച്ചുപിടിക്കാനായേക്കുമെന്നാണ് കണക്കുകൂട്ടൽ. സീനിയർ നേതാക്കൾക്ക് പുറമെ പൊതുസമരായ പ്രമുഖരെയും കളത്തിലിറക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ആലോചനയുണ്ട്.